മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ മിഡ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മിഡ് ടേം ആയതാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ മോഡൽ നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഗണ്ടപ്പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു, അത് വായിച്ചു നോക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. आज हम पहाड़ देखने गए, दूर से पहाड़ नीले रंग के लगे, पहाड़ों पर बहुत सारे फूल गिले थे, मुझे वे फूल बैंगनी रंग के लगी, लेकिन भैया ने कहा नीले हैं, इनका नाम नीलकुरिഞ്ഞി है, इसलिए इन पहाड़ों को नीलगिरी कहते हैं. നോക്കാം. ആജ് ഹം പഹാഡ് ദേഖ്നെ ഗയേ, ഞങ്ങൾ ഇന്ന് പർവ്വതം കാണാൻ പോയി. ദൂർസേ പഹാഡ് നീലേ രംഗ് കെ ലഗേ, ദൂരെ നിന്ന് നോക്കിയപ്പോൾ പർവ്വതത്തിന് നീല നിറമായിട്ട് തോന്നി. പഹാഡം പർ ബഹുത് സാരേ ഫൂൽ ഗിലേദേ, ആ പർവ്വതങ്ങളിൽ വളരെ അധികം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മുജേ വേ ഫൂൽ ബാങ്കനി രംഗ് കെ ലഗേ, എനിക്ക് ആ പൂക്കൾക്കൊക്കെ ഒരു വയലറ്റ് നിറമായിട്ടാണ് തോന്നിയത്. ലേക്കിൻ ഭയ്യാനെ കഹാ നീലേ ഹേ, പക്ഷേ സഹോദരൻ പറഞ്ഞു അതെന്താണ്, അത് നീല കളറാണെന്ന് പറഞ്ഞു. ഇൻകാ നാം നീലക്കുറിഞ്ഞി ഹേ, ഇതിന്റെ പേര് നീലക്കുറിഞ്ഞി എന്നാണ്. ഇസിലിയേ ഇൻ പഹാഡോं को നീലഗിരി कहते हैं, അതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് നീലഗിരി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ലേഖക് ആജ് കഹാ ഗയേ, ലേഖകൻ ഇന്ന് എവിടെയാണ് പോയത്? പഹാഡ്, ഷഹർ, ഗാവ്, ജംഗൽ. എവിടെയാണ്? പഹാഡ് അല്ലേ, പർവ്വതത്തിൽ പോയി. നമ്മൾ ഫസ്റ്റ് വായിച്ചില്ലേ ഇവിടെ, ആജ് ഹം പഹാഡ്, എവിടെയാണ് പോയത്? പഹാഡ്. അടുത്ത നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. पहाड़ नीले रंग के लगे, पहाड़ लाल रंग के लगे, पहाड़ पीले रंग के लगे, पहाड़ काले रंग के लगे. പർവ്വതം നീല കളറായി തോന്നി, പർവ്വതം ചുവന്ന കളറായി തോന്നി, പർവ്വതം മഞ്ഞ കളറായി തോന്നി, പർവ്വതം കറുത്ത കളറായി തോന്നി. ഏത് കളറായിട്ടാണ് തോന്നിയത്? നീലേ രംഗ് അല്ലേ, പർവ്വതത്തിന് നീല കളറായിട്ട് തോന്നിയല്ലോ പറയണ്ട്. പഹാഡോं पर ദൂരെ പഹാഡ് നീലേ രംഗ്, നീല കളറായിട്ട് തോന്നി. പഹാഡ് നീലേ രംഗാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഹാഡോं पर कौन से फूल गिले थे, പർവ്വതങ്ങളിൽ എങ്ങനെയുള്ള പൂക്കളാണ് വിരിഞ്ഞു നിന്നിരുന്നത്? ചമ്പ, ഗുലാബ്, ചമേലി, നീലക്കുറിഞ്ഞി. ഏതാണ്? അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം നീലക്കുറിഞ്ഞിയാണ് നമ്മളവിടെ വായിച്ചത് അല്ലേ. എന്താണ്? നീലക്കുറിഞ്ഞി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലേഖക് കോ നീലക്കുറിഞ്ഞി കെ ഫൂൽ കിസ് രംഗ് കെ ലഗേ, ലേഖകന് ആ നീലക്കുറിഞ്ഞി പൂക്കളുടെ നിറം എങ്ങനെയുള്ള നിറമായിട്ടാണ് തോന്നിയത്? പീലെ മഞ്ഞ, ഹരേ പച്ച, കാലെ കറുപ്പ്, ബാങ്കനി വയലറ്റ്. ഏത് കളറാണ് തോന്നിയത്? ബാങ്കനിയാണ് അല്ലേ. അതിൽ പറയുന്നുണ്ട് എനിക്ക് ആ പൂക്കൾക്ക് ബാങ്കനി നിറമാണ് തോന്നിയത്, ബാങ്കനി രംഗ്. പക്ഷേ സഹോദരൻ പറഞ്ഞു എന്താണ്, നീലയാണെന്ന് അല്ലേ. അപ്പൊ ലേഖകന് തോന്നിയ കളർ എന്തായിരുന്നു? ബാങ്കനി. അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്. ഓക്കെ. इन्हीं पहाड़ों को नीलगिरी क्यों कहा गया है? गुलाब के फूलों के कारण, चंबे के फूलों के कारण, നീലക്കുറിഞ്ഞി के फूलों के कारण, ചമേലി के फूलों के कारण. എന്താണ് കാരണം? നീലക്കുറിഞ്ഞി के फूलों के कारण അല്ലേ, നീലക്കുറിഞ്ഞി പൂക്കളുള്ളത് കാരണത്താലെയാണ് ആ പർവ്വതത്തിന് നീലഗിരി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ധൂബ് സിലിത്തോ ക്യാ ബിഗർ ഗയി, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഫസ്റ്റ് പാഠം പേട് എന്ന പാഠം നമ്മൾ പഠിച്ചു അല്ലേ. ധൂബ് സിലിത്തോ ക്യാ ബിഗർ ഗയി, വെയിൽ വന്നപ്പോൾ എന്താണ് ചിതറിപ്പോയത്? എന്താണ്? ഛായായേം, പേട്, പത്തേ. ഏതാണ്? ഛായായേം, നിഴലുകൾ അല്ലേ, നിഴലാണ് ചിതറിയത്. വെയിൽ വന്നപ്പോൾ നിഴല് ചിതറി. മരത്തിൽ വെയിൽ തട്ടുന്ന സമയത്ത് മരത്തിന്റെ നിഴലുകൾ അവിടെയും ഇവിടെയൊക്കെയായിട്ട് ചിതറി കിടക്കുന്ന പോലെ ഉണ്ടാവില്ലേ, അപ്പം നിഴലാണ് ചിതറിയത്. പേട് കിസ്കി രചന ഹേ, പേട് എന്ന കവിത ആരുടെ രചനയാണ്? സുശീൽ ശുക്ല, ശോഭനാഥ് യാദവ്, സുമിത്രാനന്ദൻ പന്ത്. ആരാണ്?
सुशील शुक्ल। पेड़ ने प्रत्येक फल में क्या भरा है? മരം ഓരോ ഓരോ പഴങ്ങളിലും എന്താണ് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്? ഓരോ മരത്തിലും പ്രത്യേകം മരങ്ങളിൽ പ്രത്യേകം പഴങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രത്യേക തരത്തിലുള്ള പഴങ്ങളിലെല്ലാം എന്താണ് നിറച്ചു വെച്ചിരുന്നത്? മീഠ മധുരം, രംഗ് നിറം, അപ്നാ സ്വാദ്. എന്താണ് ശരി? അപ്പനാ സ്വാദ് അല്ലേ, സ്വന്തം സ്വാദാണ് ഓരോ പ്രത്യേക പഴങ്ങളിലും നിറച്ചു വെച്ചിരുന്നത്. ലൂണ കോൻഹെ? ആരാണ് ലൂണ? പേട്, ലടുക്കി, ആത്മി. ആരാണ് ലൂണ? ആരാണ്? പേട്. ആരാണ്? പേടാണ് ലൂണ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വഹ് പ്ലസ് മേം. വഹ് പ്ലസ് മേം, വഹ് ഉസ് ആയി മാറുന്നു അല്ലെ. ഉസിന്റെ കൂടെ എന്ത് ചേർക്കണം? മേം ചേർക്കണം. ഉസ് നേ, ഉസ് സേ, ഉസ് മേം. ഏതാണ് ശരി? ഉസ് മേം, ഉസ് മേം. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് പ്രകൃതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി സംരക്ഷണത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. 5 മാർക്കിനാണ് ഇവിടെ തന്നത്. നിങ്ങൾക്കറിയാം പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്ററാണിത് അല്ലേ. ആ നിങ്ങളൊരു പേടിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് പോസ്റ്റർ വചനം എഴുതാം. പേട് നെഹി തോ ഹം നെഹിം, അല്ലെങ്കിൽ പേടിനെ കാട്ടോ, പ്രകൃതി ഹമാരാ മാം. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യമാണ്. അതിലുള്ള ഏതെങ്കിലും സെൻറ്റൻസ് എഴുതുക, ഒരു പിക്ചറും വരയ്ക്കാം. ഓക്കെ. ഇവിടെ ഒരു മരത്തിൻ്റെ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിയേ. ഇനി കഥയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതണം. നിങ്ങൾ പഠിച്ച കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചോദ്യം. ജൂലിയാർ ലോണ എന്ന കഥ നിങ്ങൾ പഠിച്ചതാണ്, അതിൽ നിന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള എഴുതാം. നോക്കാം. ലഡ്കിനെ ചുനൗത്തിയോം കാ സാമനാ കിയാ. ലഡ്കി വെല്ലുവിളികളെ നേരിട്ടു. ശരിയല്ലേ? ആ പെൺകുട്ടി മരം മുറിക്കാൻ അനുവദിക്കാതെ ഇരുന്നപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അവൾക്ക് നേരിടേണ്ടി വന്നു. അതൊക്കെ അവൾ എന്ത് ചെയ്തു? നേരിട്ടു അല്ലേ, തോറ്റോടിയിട്ടില്ല. ലഡ്കിനെ വിപത്തിമേ പേട് കോ ചോട് ദിയാ. പെൺകുട്ടി ആപത്തിൽ മരത്തിനെ ഉപേക്ഷിച്ചു. ശരിയാണോ? ഇല്ല, പെൺകുട്ടി ആപത്തിൽ മരത്തിനെ ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ, തെറ്റാണ്. ലഡ്കിനെ ജീവൻ കി സുവിധായം ചോട് ദി. പെൺകുട്ടി ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു. ശരിയല്ലേ? ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് മരത്തിന് മുകളിൽ കൂട് കെട്ടി നിന്നത് പെൺകുട്ടി അല്ലേ. അപ്പം ഇത് ശരിയായ സെന്റൻസ് ആണ്. ലഡ്കി സേട്ട് കെ അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി. പെൺകുട്ടി സേട്ടിൻ്റെ വിചിത്രമായിട്ടുള്ള ഉപായങ്ങൾ, വളരെയധികം അവളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഉപായങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഉപായങ്ങളെല്ലാം അവൾ ഭയന്നു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. അത് ശരിയല്ല, തെറ്റാണ്. അവൾ ഭയന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ, അവള് ഭയന്നിട്ടുണ്ടായിരുന്നില്ല. ലഡ്കി അപ്പനി ദോസ്തി പർ അടൽ രഹി. പെൺകുട്ടി സ്വന്തം ഫ്രണ്ട്ഷിപ്പിൽ ഉറച്ചു നിന്നു. ശരിയല്ലേ? ശരിയാണ്. പെൺകുട്ടി മരവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചില്ല, അവൾ അതിൽ ഉറച്ചു നിന്നു. മരത്തിനെ രക്ഷപ്പെടുത്തുന്നത് വരെ അവൾ ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു പോരാടി നിന്നു അല്ലേ. അപ്പം ശരിയാണ്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിയ എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ കണ്ടെത്തുക, ശരിയാണോ തെറ്റാണോ, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ആദ്യം കണ്ടെത്തുക. കണ്ടെത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എടുത്തെഴുതാൻ പറ്റും. അപ്പം നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഇതെഴുതണം, ശരിയുള്ളത് മാത്രം കേട്ടോ, ഇതെഴുതണം. പിന്നെ ഏതാണ്? ഇത് ശരിയാണ്, ഇതെഴുതണം. 3 എഴുതണം. ഓക്കെ. അപ്പോൾ നമ്മളെ നന്നായിട്ട് ക്വസ്റ്റ്യൻ നോക്കി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.